ഞാൻ ഒരു 15 മിനിറ്റ് മുന്നെയാണ് ഈ പറയുന്ന ഓഡിയോ കണ്ടത്. ഈ പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് നിലപാട്. ഇത് വളരെ ഗൗരവമുള്ള കേസാണ്. അങ്ങനെ ഒരു സംഭവം കോൺഗ്രസ് പോലെയുള്ള യൂത്ത് കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തിന് ഭൂഷണമല്ല എന്ന് മാത്രമല്ല, അത് എത്രയും പെട്ടെന്ന് പാർട്ടി നേതൃത്വം അതിൽ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനുള്ള ആർജവും അതിനുള്ള സംഘടനാശേഷിയും കേരളത്തിലെ കോൺഗ്രസിനുണ്ട്, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനുണ്ട്. ഈ നേതൃത്വം പലപ്പോഴും ഇതിപ്പോൾ കഴിഞ്ഞ ഇന്നലെ ആരോപണം വന്ന് പേര് പറയാതാണ് ഇന്നലെ വന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പദപ്രയോഗം അങ്ങനെയൊക്കെ അല്ല, ആ ആരോപണത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടാണുള്ളത്. ആ ആരോപണത്തിൽ മുഴുവൻ MLA-മാരുടെ പേര് പറയുകയും അതോടൊപ്പം തന്നെ ആ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതിൽ വ്യക്തത വരുത്തേണ്ടത് ഇപ്പോഴുണ്ട്. പക്ഷേ ഇപ്പം വന്ന ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ശരിയാണെങ്കിൽ, അത് ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അത് ശരിയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം ഒഴിയേണ്ടതാണ്. ഇതുവരെ ഇപ്പം സംഘടനയ്ക്കകത്ത് ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം തരാൻ രാഹുൽ തയ്യാറായിട്ടുണ്ട്? അല്ല, അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും ആ വിശദീകരണം തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നിങ്ങളിപ്പം വീഡിയോ വിട്ടിരിക്കുന്നത് എനിക്കൊന്ന് കുറച്ച് സമയമായിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അതിനനുസരിച്ചുള്ള വിശദീകരണം തരുമല്ലോ. അല്ല, ഈ പറയുന്ന ആരോപണങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും ആരോപണങ്ങൾ വരികയും അത് പിന്നീട് പിന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കാരണം പ്രത്യേകിച്ച് CPM-നെയും BJP-യെയും അതിശക്തമായിട്ട് രൂക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തുന്ന നേതാക്കന്മാരെ തേജോവധം ചെയ്യാൻ രാഷ്ട്രീയ എതിരാളികൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് യുവതികൾ നേരെ ചൊവ്വേ മുമ്പിൽ വന്നുകൊണ്ട് സംസാരിക്കുകയും, പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസാരിക്കുന്ന ഓഡിയോ പുറത്തു വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മറ്റു തെളിവ് സത്യമാണെങ്കിൽ പിന്നെ നമുക്കത് വിശ്വസിക്കാതെ മറ്റൊരു മാർഗ്ഗമില്ല. അങ്ങുകൂടി ഭാരവാഹിത്വത്തിലുള്ളൊരു സംഘടനാ സംവിധാനം ഇപ്പോൾ ഉള്ളത്. ആ ഘട്ടത്തിൽ ഈ ഒരു സംഭവം ശരിയെങ്കിൽ രാജി എന്നുള്ളത് തന്നെ അതൊരു സംശയമില്ല. അക്കാര്യത്തിലൊരു തർക്കവും മാർക്കും വേണ്ട. അതെന്ന് വെച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കോൺഗ്രസും അതേപോലെ തന്നെ മുന്നണിയൊക്കെ പ്രതിരോധത്തിലാകുന്ന ഒരു വീഡിയോ ആണ്, വോയിസാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അല്ല, യൂത്ത് കോൺഗ്രസിന് ധാർമ്മിക മൂല്യമുണ്ട്. യൂത്ത് കോൺഗ്രസിന് ധാർമ്മിക മൂല്യവും കോൺഗ്രസിന് ധാർമ്മിക മൂല്യമൊന്നും ആർക്കും അങ്ങനെ തകർക്കാൻ സാധിക്കില്ല. അതൊരു വ്യക്തി കേന്ദ്രീകൃതമൊന്നുമല്ല. അതിൽ യൂത്ത് കോൺഗ്രസൊക്കെ എല്ലാ സമയത്തും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വനിതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചെറിയ ആരോപണം വരുമ്പോൾ സമയത്ത് തന്നെ അത് തിരുത്തിയ ഒരു പാരമ്പര്യമുള്ള ഒരു പ്രതിപക്ഷ സംഘടനയാണ് നിലവിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്. അത് തന്നെ പ്രതിപക്ഷ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അത് നമ്മൾ നിയമസഭയിൽ പലപ്പോഴും കണ്ടതാണ്. അല്ല, പ്രതിപക്ഷ നേതാവിനോട് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. പ്രതിപക്ഷ നേതാവിനോട് തെളിവൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അത് എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാമല്ലോ. ഒരു വ്യക്തി വന്നിട്ട് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തെളിവ് കൊടുക്കാതെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റും? ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. അത് ആർക്കുമായ ആരോപണം ഉന്നയിക്കാമല്ലോ. പക്ഷേ ഇപ്പോൾ തെളിവുകൾ പുറത്തു വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും അദ്ദേഹം ഒഴിയണം.